എന്നാൽ ഇലക്ട്രിക്കലിന്റെ ജോലിയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഡെയിലി നിങ്ങൾ മണിക്കൂറുകളോളൊന്നും പഠിക്കേണ്ട. ഡെയിലി ഒരു മണിക്കൂർ, ഒറ്റ മണിക്കൂർ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുമോ? ഇലക്ട്രിക്കൽ PSC എക്സാമുകളുടെ ഒരു ചാകര തന്നെയായിരുന്നു കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒട്ടനേകം എക്സാംസുകൾ 2022, 23, 24 കാലഘട്ടങ്ങളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇതേപോലെ ഇനിയും എക്സാംസുകളൊക്കെ വരുമോ എന്നുള്ള രീതിയിലുള്ള സംശയങ്ങൾ പലരും ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന്റെ ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസും ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ലെറ്റ്സ് വെൽക്കം ടു എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ. അപ്പോൾ എനിക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ 2025 എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഓർമ്മ വരുന്നത് എൻട്രിയുടെ, നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ഒരു ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ പരിശോധിച്ചാൽ മനസ്സിലാവും, ഏറ്റവും ആദ്യത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ഈ എക്സാമിനേഷനെ കുറിച്ചാണ്. അതായത് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാം നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 2021 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ കോഴ്സ് എൻട്രിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻട്രിയിലെ ഇലക്ട്രിക്കലിന്റെ ആദ്യത്തെ കോഴ്സ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആയിരുന്നു. അന്ന് 2021 നമ്മൾ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മുടെ മുന്നിൽ ഈ എക്സാം വന്നിട്ടില്ല. ആ റാങ്ക് ലിസ്റ്റ് മാത്രം, മുൻ വർഷത്തെ റാങ്ക് ലിസ്റ്റും അതിലെ അഡ്വൈസുകൾ മാത്രമായിരുന്നു നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ചുകൊണ്ടായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. റാങ്ക് ലിസ്റ്റ്, പഴയ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആവാൻ പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും ഒരു എക്സാമിന്റെ സാധ്യത നിലവിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ അന്ന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് തന്നെ പലരും ചോദിച്ചു നോട്ടിഫിക്കേഷൻ ഒന്നും വരാണ്ട് എന്തിനാ ഇപ്പോൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. പക്ഷെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട് സ്റ്റഡി പ്ലാനോട് കൂടി പഠിച്ചെങ്കിൽ മാത്രമേ, അല്ലാതെ എക്സാം നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിച്ചാൽ മാത്രമല്ല കിട്ടുക, കുറച്ചുകൂടി നേരത്തെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാലേ ഇത്തരം എക്സാംസുകൾ ക്രാക്ക് ചെയ്യാൻ പറ്റൂ എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അന്നത്തെ ആ ഒരു കോഴ്സിൽ ഞങ്ങളുടെ ആദ്യത്തെ ഈ ഒരു എഫേർട്ട് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആയിരുന്നു. അതിൽ ആദ്യത്തെ 10 റാങ്കിൽ 3 റാങ്ക് ഉൾപ്പെടെ ഒട്ടനേകം മികച്ച റാങ്കുകൾ കരസ്ഥമാക്കാൻ അന്നത്തെ എക്സാമിലൂടെ എൻട്രിയുടെ ടീമിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു മികച്ച തുടക്കമായിരുന്നു. അതേ തുടക്കം ഞങ്ങൾക്ക് പിന്നീട് സബ് എഞ്ചിനീയറിലും ഇനി വരാനിരിക്കുന്ന KSEBയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയറിലും ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്രയും മികച്ച കോൺഫിഡന്റ് ആയിട്ടുള്ള ടീമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇലക്ട്രിക്കലിന്റെ ക്ലാസ്സസ് ഒക്കെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ തിരിച്ചു വരികയാണ്. അതായത് അന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു എക്സാമിനേഷൻ ആയിരുന്നു അല്ലേ? ഈ എക്സാമിനേഷന്റെ റാങ്ക് ലിസ്റ്റ് സാധ്യതകളൊക്കെ മുന്നോട്ട് കണ്ട് പിന്നീട് വരാനിരിക്കുന്ന എക്സാമ്പിൾ കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അന്ന് ആ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ ചരിത്രം ആവർത്തിക്കുക തന്നെ ചെയ്യും. സിനിമയിലൊക്കെ കേൾക്കുമ്പോൾ അല്ലേ, ചരിത്രം ആവർത്തിക്കുകയാണല്ലോ എന്ന് പറയാറുണ്ട് അല്ലേ? അതേപോലെ ഇവിടെയും ചരിത്രം ആവർത്തിക്കുക തന്നെ ചെയ്യും. ഏത് ചരിത്രം ചോദിച്ചു കഴിഞ്ഞാൽ PSCയുടെ എക്സാം ബൂംസ് വീണ്ടും നടക്കാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഈ ലിസ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം നടന്ന എക്സാം അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആണെങ്കിൽ ഇപ്പോൾ അതിനുശേഷം ഒരുപാട് എക്സാം കഴിഞ്ഞുപോയി. അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, KSEB സബ് എഞ്ചിനീയർ, KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ, ലെക്ചർ ഇൻ പോളിടെക്നിക്, അങ്ങനെ ഒട്ടനേകം മികച്ച എക്സാംസുകളെല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ട്. തുടങ്ങിയത് എവിടെ വെച്ചായിരുന്നു? തുടങ്ങിയത് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ വെച്ചിട്ടായിരുന്നു അല്ലേ? പിന്നെയും അനേകം ഇലക്ട്രീഷ്യൻ, ട്രേഡ്സ്മാൻ എക്സാംസുകളൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും അന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അതേ എക്സാമിനേഷൻ വീണ്ടും നടക്കാനുള്ള സാധ്യത ഉണ്ട്. അതൊരു പക്ഷേ 2025 തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. 2025 അല്ലെങ്കിൽ 2026 ആയിരിക്കും കണ്ടക്ട് ചെയ്യുക. അതിനുള്ള കാരണമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിന്റെ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത് 3/8/2023 ആണ്. 2023 ഓഗസ്റ്റിലാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ ഒരു എക്സാമിനേഷന്റെ അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഇതിൽ നിന്ന് 26 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു വർഷം പൂർത്തീകരിച്ചു കഴിഞ്ഞു. 2024 8-ാം മാസം എന്ന് പറയുമ്പോൾ ഒരു വർഷം പൂർത്തീകരിച്ചു. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ 2025 ആകുന്ന സമയത്ത് 2 വർഷം പൂർത്തീകരിക്കും. വിച്ച് മീൻസ് 2025 ലാസ്റ്റിലേക്കോ അല്ലെങ്കിൽ 2026 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. കാരണം റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആകുന്നതിന് മുന്നേ തന്നെ വീണ്ടും എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വിളിക്കുന്ന ഒരു ട്രെൻഡ് PSC വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അഥവാ IO പോസ്റ്റ്. IO പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് വന്നിരിക്കുന്നത് റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആകുന്നതിന് മുന്നെയാണ്. അതേ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ 2026 എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ 2025 ലാസ്റ്റിലേക്ക് വന്നാലും അത്ഭുതപ്പെടാനില്ല. അതായത് ഈ എക്സാമിനേഷൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക തന്നെ ചെയ്യും. ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ഗസറ്റഡ് പോസ്റ്റ് ആണ്
അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ ആ ഒരു ഗസറ്റഡ് പോസ്റ്റ് വീണ്ടും വരാൻ പോകുന്നത് ഒരുപക്ഷെ അടുത്ത വർഷം ലാസ്റ്റോ 2026 സ്റ്റാർട്ടിങ്ങിലോ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇതിന് ശേഷവും പിന്നീട് നേരത്തെ സംഭവിച്ച എക്സാംസുകളൊക്കെ റിപ്പീറ്റ് ചെയ്യുമെന്നുള്ളതാണ്. അതായത് KSEBയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ, KSEBയുടെ സബ് എഞ്ചിനീയർ, ലെക്ചർ ഇൻ പോളിടെക്നിക് തുടങ്ങിയ പോസ്റ്റുകളൊക്കെ ഇതിന് പിന്നാലെ ഒന്നായിട്ട് വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. PSCയുടെ എക്സാം ജേർണി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ്. അതായത് PSCയിൽ ഒരു എക്സാം വന്നു കഴിഞ്ഞാൽ അതിന് പിന്നാലെ അടുത്തത് എ ചെയിൻ ആൻഡ് സീരീസ് ഓഫ് എക്സാംസ് ആയിരിക്കും നിങ്ങൾക്ക് മുമ്പിൽ കടന്നു വരാൻ പോകുന്നത്. സോ ഈ അവസരം ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നഷ്ടപ്പെടുത്താൻ പാടില്ല. സോ ലോങ് ടേം ആയിട്ട് നിങ്ങൾ ഒരു ദിവസം തന്നെ 5 മണിക്കൂർ 6 മണിക്കൂർ ഒന്നും പഠിക്കാനുള്ള സമയം ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാവില്ല. നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആയിരിക്കും, ഒരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കും, നിങ്ങളൊരു പക്ഷേ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കും, 3rd ഇയർ 4th ഇയർ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. എന്നാൽ ഇലക്ട്രിക്കലിന്റെ ജോലിയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഡെയിലി നിങ്ങൾ മണിക്കൂറുകളോളൊന്നും പഠിക്കേണ്ട. ഡെയിലി ഒരു മണിക്കൂർ, ഒറ്റ മണിക്കൂർ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുമോ? അങ്ങനെ മാറ്റി വെച്ചാൽ പോലും നിങ്ങൾ അടുത്ത 1-2 വർഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഈ എക്സാമിനേഷനിൽ ഏറ്റവും മികച്ച ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. സോ ഡെയിലി കുറച്ചായിട്ട് പഠിക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും ലാസ്റ്റ് ടൈമിലേക്ക് വരുന്ന ആ ഒരു ഹറിബറിയോ ടെൻഷനോ ഇല്ലാണ്ട് കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടി ആ ടൈമിൽ സിലബസിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നേക്കാം. ആ മാറ്റങ്ങളൂടി മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഏറ്റവും മികച്ച റാങ്ക് നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. സോ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. എൻട്രിയുടെ A ലെവൽ കോഴ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഈ കോഴ്സുമായി ബന്ധപ്പെട്ട മുഴുവൻ ഡീറ്റെയിൽസും നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാലും കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അതായത് ഈ ഒരു ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓൾറെഡി കൃത്യമായിട്ട് സ്റ്റഡി പ്ലാനോട് കൂടി പഠിപ്പിച്ച നമ്മുടെ വിദ്യാർത്ഥികൾ മികച്ച റിസൾട്ട് കരസ്ഥമാക്കിയതിൻ്റെ പ്രൂവൺ ട്രാക്ക് റെക്കോർഡ് കൂടിയാണ് ഞങ്ങൾ നിങ്ങളെടുത്ത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയാണ്. ഞങ്ങളോടൊപ്പം പഠിച്ചു തുടങ്ങും, നല്ല വിജയം കരസ്ഥമാക്കൂ. അപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.